പിന്നെ ഹൈവേ ടൂറിങ്ങിൻ്റെ ഒക്കെ സമയത്ത് നമുക്ക് മെയിനായിട്ട് അനുഭവിക്കുന്ന ഒരു സംഭവം പറഞ്ഞാൽ വിൻഡ് ബ്ലാസ്റ്റ് കേട്ടോ. വിൻഡ് ബ്ലാസ്റ്റ് അപ്പോൾ ഹസാർഡ് കഴിഞ്ഞു. പിന്നെ ഞാനൊരു ഫോഗ് ലാമ്പ് കയറ്റിൻ്റെ ഓക്സിലറി ലാമ്പ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമ്മളത് ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അക്ഷയ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓട്ടോമോട്ടീവ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ യമഹ FZ എങ്ങനെ ടൂറിങ് ക്യാപ്പബിലിറ്റി ഉള്ളൊരു ബൈക്കാക്കി എടുക്കാം, അത് എന്തൊക്കെ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് കൊണ്ടുപോകുന്ന സമയത്ത് വണ്ടി കംഫർട്ടബിൾ ആക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ലോങ് പോകുന്ന സമയത്ത് അറിയാമല്ലോ, അത്യാവശ്യം ലഗേജസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ വിൻഡ് ബ്ലാസ്റ്റ് ഉണ്ടാവും റോഡിൽ. അതിൽ നിന്നൊക്കെ എങ്ങനെ പ്രൊട്ടക്ഷൻ നേടാം, വണ്ടി എങ്ങനെ അതിന് ഓഫ് റോഡിങ്ങിന് അല്ലെങ്കിൽ ടൂറിങ്ങിന് വേണ്ടി ക്യാപ്പബിൾ ആക്കി എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. യെസ് ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്നാക്കുന്ന ലൊക്കേഷൻ പറയുന്നത് പാലക്കാട് സൈഡിലൊരു സ്ഥലം കേട്ടോ. അവിടെ കയറുന്ന സമയത്ത് ആരില്ല, ഒടുക്കത്തെ ചൂടും. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ ചെയ്തിട്ട് സ്കൂട്ടർ ആവാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടോ. അതായത് ഫസ്റ്റ് നമുക്ക് ഒരു സൈഡിലല്ല ലഗേജ് കാരിയർ എന്ന് പറയാം, അല്ലെങ്കിൽ ടെയിൽ ബാഗ് കാരിയർ എന്ന് പറയാം. ആ ഒരു സംഭവം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് 350 ആട്ടോ ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്താക്കുന്നത്. അത് ആഫ്റ്റർ മാർക്കറ്റ് പലതും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇത് സെറ്റ് ചെയ്താലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ലെങ്ത്തുള്ള 10-30 ലിറ്റർ കപ്പാസിറ്റിയുള്ള ട്രാവൽ ബാഗൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വിത്ത് പില്ലിനെ നിങ്ങൾക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ കെട്ടിച്ച് കഴിഞ്ഞാൽ പില്ലിനും ഇരിക്കാൻ പറ്റും, റൈഡർക്കും കംഫർട്ടായിട്ട് പോകാൻ പറ്റും കേട്ടോ. അതാണ് അഡ്വാൻറ്റേജ്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളിവിടെ കെട്ടി വയ്ക്കുന്ന സമയത്ത് പില്ലിന് തൈ സപ്പോർട്ടും പിന്നെ ഒരു ബാക്ക് സപ്പോർട്ടും കിട്ടും കേട്ടോ ഇത് വയ്ക്കുന്ന സമയത്ത്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടി ഉണ്ട്. ഇത് വയ്ക്കുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും ലോങ് ടൂറിങ്ങിന്. നമുക്ക് ഫസ്റ്റ് ഉള്ളൊരു മെയിൻ സംഭവം കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യാനുള്ള സംഭവം വണ്ടിയുടെ FZയുടെ സ്റ്റോക്ക് ടെയിൽ TD തന്നെ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു NSൻ്റെ ഹഗ്ഗറോ അല്ലെങ്കിൽ MTയുടെ ഹഗ്ഗറോ ആഫ്റ്റർ മാർക്കറ്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് നിങ്ങൾ അതിൽ കയറ്റേണ്ടി വരും കേട്ടോ. ആഫ്റ്റർ മാർക്കറ്റ് ഹഗ്ഗറോ എന്തെങ്കിലും വാങ്ങി വെക്കുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ചെളി നല്ല രീതിയിൽ അടിച്ച് ഇങ്ങോട്ട് കയറും കേട്ടോ. ഇങ്ങോട്ടാണ് ടയർ കണ്ടോ, ഇങ്ങോട്ടേക്ക് നല്ല രീതിയിൽ ചെളി അടിച്ച് കയറുന്ന സമയത്ത് മഴയുള്ള സമയത്ത് നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ നനയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു പ്രിവെൻഷന് വേണ്ടിയിട്ട് ഒരു ഹഗ്ഗർ. പിന്നെ ഞാൻ വണ്ടിയിൽ ചെയ്താക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു കേട്ടോ. പിന്നെ നിങ്ങളുടെ വണ്ടിയിൽ ഒരു ക്രാഷ് കാർഡ്, അത് FZയുടെ സ്റ്റോക്ക് ക്രാഷ് കാർഡോ അല്ലെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റിൽ നിങ്ങൾ പണിയിക്കെ ക്രാഷ് കാർഡ് എന്ന് ഞാൻ പറയുന്നുള്ളൂ. അത് നിങ്ങളുടെ പർപ്പസിനനുസരിച്ചിട്ട് ഒരെണ്ണം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇപ്പോൾ സ്റ്റോക്ക് ലുക്ക് കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് നിങ്ങൾ പണിയിക്കുക, ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങി വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പണിയിച്ചിട്ട് ഒരെണ്ണം വെക്കുക. ക്രാഷ് കാർഡിൻ്റെ അഡ്വാൻറ്റേജ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോണ സമയത്ത് ഇൻ കേസ് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കാതിരിക്കട്ടെ, സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം ഫൈബർ പാർട്സ് ആണ്. അപ്പോൾ രാത്രിയൊക്കെ നിങ്ങൾ റൈഡ് ചെയ്യുന്ന സമയത്താണ് വലിയ ആക്സിഡൻറ്റ് പറ്റിയെന്നുണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ പൊളിഞ്ഞു പോകാനും പിന്നെ വണ്ടിക്കൊരു പ്രൊട്ടക്ഷനാണ്, നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ തന്നെയാണ് കേട്ടോ. കാരണം ഇതില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വട്ടം ഇതിങ്ങനെ വെച്ച് വീണ സമയത്ത് ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്ത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലിന് ചെറിയ രീതിയിലൊരു പ്രൊട്ടക്ഷൻ കിട്ടും. ഇതില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കാലിലായിരിക്കും വണ്ടി വന്ന് വീഴേണ്ടത്. ഇതുള്ളതുകൊണ്ട് അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടി. അപ്പോൾ നമ്മളൊരു ക്രാഷ് കാർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂസ്ഫുള്ളായിരിക്കും. അതാണ് രണ്ടാമത്തെ. പിന്നെ നമ്മുടെ വണ്ടിയിൽ ഉള്ളൊരു പോരായ്മ എന്ന് പറയുന്നത് വണ്ടിയുടെ സീറ്റ് കേട്ടോ. അത് ഞാൻ സീറ്റ് മൊത്തത്തിൽ നമ്മുടെ സീറ്റിൻ്റെ പഴയ ഫോമും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒരു 500 രൂപ ചിലവിലാട്ടോ ഇത് ഞാൻ ചെയ്തെടുത്തത്. ബാക്കിൽ പില്ലിയൻ സീറ്റ് അത്യാവശ്യം കംഫർട്ട് ആക്കിയെടുത്തു. കണ്ടോ, ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമ്മളൊരു സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് ഫോം വെച്ച് ഫില്ല് ചെയ്തിട്ട് വേറൊരു പുതിയ ലെതർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ലോങ് ടൂർ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന സമയത്ത് സീറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല കംഫർട്ട് വരുന്ന ഒരു സീറ്റ് തന്നെയാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുത്തത്. ഇത് ഞാൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മുടെ അപ്രോച്ച്ലി വർക്ക് ചെയ്യുന്ന ഷോപ്പിലൊക്കെ നിങ്ങൾ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവർ നിങ്ങൾ പറയുന്ന ഡിസൈനിൽ സീറ്റ് റെഡിയാക്കി തരും. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സീറ്റായിരുന്നു. പിന്നെ ബാക്കിൽ നമുക്ക് വേറൊരു സംഭവം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സാഡിൽ സ്റ്റേ നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം കേട്ടോ. അത് നിങ്ങളുടെ പർപ്പസ് അനുസരിച്ചാണ്. ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ചധികം, ഇപ്പോൾ എനിക്ക് ഇത്ര ലഗേജ് ഞാൻ ക്യാരി ചെയ്യണുള്ളൂ, അതുകൊണ്ട് അത് സെറ്റ് ചെയ്ത് നിങ്ങൾക്കിപ്പോൾ സാഡിൽ സ്റ്റേയും കാര്യങ്ങളും സാഡിൽ കാരിയറൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലായിട്ട് വരും കേട്ടോ. അത് ഫുൾ സെറ്റ് അവൈലബിൾ ആണ് FZയിലൊക്കെ. അതിൻ്റെ ലിങ്കൊക്കെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതെന്താണെന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഫോട്ടോയും കൂടെ ആഡ് ചെയ്യുക. അത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറെക്കുറെ ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതും സെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ വണ്ടിയിൽ ലോങ് നിങ്ങൾ പോകുന്ന സമയത്ത് സേഫ്റ്റിക്കും പിന്നെ വണ്ടിയുടെ ലുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് ഇവിടെ ഒരു
പെട്രോൾ ക്യാൻ ഇല്ലേ, പെട്രോൾ ക്യാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗാർഡ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അതൊക്കെ ശരിക്കും ലേ ടു ലഡാക്കൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ ഉള്ള ലോങ് ടൂറിങ്ങൊക്കെ പോകുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഒരു ജെറി ക്യാൻ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാരിയർ പോലെ അല്ലെങ്കിൽ ഒരു മെറ്റൽ പീസും കൊണ്ടൊരു ഗാർഡ് ഇവിടെ ബിൽഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് അടിപൊളിയായിരിക്കും എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ. ലുക്ക് വൈസും വണ്ടിക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരും, ഒരു ബൾക്കി ഫീൽ കൊണ്ടുവരും ചെയ്യും. പിന്നെ പർപ്പസ്ഫുള്ളി നിങ്ങൾക്ക് അതിൽ ലോങ് പോകുന്ന സമയത്ത് പെട്രോൾ ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ വാട്ടർ ഫില്ല് ചെയ്ത് വെക്കാനും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇത് പറയേണ്ട കാര്യമില്ല, ഇത് നമുക്ക് വേണ്ടവർക്ക് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ടയർ സൈസ് നമ്മുടെ FZ സ്റ്റോക്ക് 140 അല്ലേ വരുന്നത്. അപ്പം ഇതിന് അപ്പ് സൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു കംഫർട്ട് ഉണ്ടാവും. കാരണം റോഡായിട്ട് കുറച്ചും കൂടെ കോൺടാക്ട് വരുന്ന സമയത്ത് നമുക്ക് കംഫർട്ട് കൂടുതൽ കിട്ടുമല്ലോ. അതുകൊണ്ട് ഇത് അപ്പ് സൈസ് ചെയ്തിട്ട് 150 160 നമുക്ക് അപ്പ് സൈസ് ചെയ്യാവുന്നതാണ്. പക്ഷേ മൈലേജ് കാര്യങ്ങളിലൊക്കെ നിങ്ങളത് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ മൈലേജ് എല്ലാം നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കമ്പനി പ്രിഫർ ചെയ്യുന്ന സ്റ്റോക്ക് ടയേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 140 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലത് തന്നെയാണ്. ഞാൻ കുറച്ചും കൂടെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അതൊരു സജഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്താൽ മതി. മൈലേജിൽ കോംപ്രമൈസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ആ ഒരു അപ്ഡേഷൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വണ്ടിക്കൊരു ബൾക്കി ലുക്ക് കിട്ടുകയും ചെയ്യും. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ചൈന സ്പ്രോക്കറ്റൊക്കെ നിങ്ങൾക്ക് ഓപ്ഷനാണ്, മാറ്റണോ വേണ്ടതെന്നുള്ളത്. കുറച്ച് പേര് V3 ഒക്കെ ചെയ്യാറുണ്ട്, പക്ഷേ അതിലൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. സ്റ്റോക്ക് തന്നെ വെച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് അത്യാവശ്യം വേണ്ട മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ നിങ്ങൾ ഓഫ് റോഡിലൊക്കെയാണ് കുറേ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഒന്ന് ഹൈറ്റ് കൂട്ടാൻ പറ്റും. അത് നമ്മൾ ലെയ്ത്ത് വർക്കൊക്കെ ചെയ്ത് സ്റ്റെമ്മിൽ ഇവിടെ ഒരു പീസ്, ഇത്രയും പോകുന്ന പീസ് സെപ്പറേറ്റ് വെൽഡ് ചെയ്ത് വെച്ചിട്ടൊക്കെ നമുക്ക് ഹൈറ്റ് കൂട്ടാനൊക്കെ പറ്റും. ഫ്രണ്ട് ഹൈറ്റ് കൂട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ബാക്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ആണല്ലോ, അത് നമുക്ക് വേണമെങ്കിൽ ഇത് അഡ്ജസ്റ്റബിൾ ആണോ, അതെ ഇത് അഡ്ജസ്റ്റബിൾ ആണ്. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈറ്റ് കൂട്ടണമെങ്കിൽ ഹൈറ്റ് കൂട്ടി വെക്കാനും പറ്റും കേട്ടോ. ദെൻ ഞാൻ വണ്ടിയിൽ ചെയ്തേക്കുന്ന വേറൊരു മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹാൻഡിൽ ബാർ ഒന്ന് റേസ് ചെയ്തു കേട്ടോ. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് മോഡലിലെ ഹാൻഡിൽ ബാർ മൗണ്ട് ഉണ്ടല്ലോ, അത് തന്നെ അടിയിലേക്ക് വെച്ചിട്ടാട്ടോ ഞാനിപ്പോൾ ഹാൻഡിൽ ബാർ റേസ് ചെയ്തേക്കുന്നത്. ഇത് അത്യാവശ്യം കംഫർട്ടും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്, കുഴപ്പമില്ല. അത്യാവശ്യം കണ്ടോ ഈ ഒരു ഹൈറ്റ് നമുക്ക് കൂട്ടാൻ പറ്റിയിട്ടുണ്ട്. അത് ആഫ്റ്റർ മാർക്കറ്റ് ഹാൻഡിൽ ബാർ റേസേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് കൂട്ടുകയാണെങ്കിൽ ലോങ് ടൂർ പോകുന്ന സമയത്ത്, ലോങ് ടൂറിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. അതായത് അത്യാവശ്യം റിലാക്സ്ഡ് ആയിട്ടുള്ള പോസ്റ്ററിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വണ്ടി റൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് മെയിനായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് ദൂരം പോയി ബ്രേക്ക് എടുക്കുന്നത് നല്ലത്. അത്യാവശ്യം ദൂരം വണ്ടി ഓടിക്കുമ്പോൾ തന്നെ റിലാക്സ്ഡ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്നതല്ലേ നല്ല കാര്യം. അപ്പോൾ നമുക്ക് കുറേ അധികം ദൂരം കവർ ചെയ്യാനും പറ്റും, റിലാക്സ്ഡ് ആയിട്ട് റൈഡ് എൻജോയ് ചെയ്യാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ബോഡിക്കും കൂടെ നല്ലതാണ്. ഹിപ്പ് പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയും. ഇത് വെക്കുന്ന സമയത്ത് ഹൈറ്റുള്ളവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടൊരു സംഭവമാണ് ഹാൻഡിൽ ബാർ റേസ് ചെയ്യുന്നത്. അപ്പോൾ അതാട്ടോ അടുത്തൊരു സംഭവം. പിന്നെ മഞ്ഞുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പോണ സമയത്ത് വണ്ടിയുടെ വിസിബിലിറ്റി രാത്രിയൊക്കെ പോണ സമയത്തുള്ളൊരു സംഭവമാണ് ഇതാ, ഒരു ഫോഗ് ലാമ്പ് വയ്ക്കുക. പിന്നെ നമ്മുടെ 4 ഇൻഡിക്കേറ്റേഴ്സിലും ഹസാർഡ് ഒന്ന് കയറ്റുക. അധികം മോഡുള്ളതൊന്നും വേണ്ട, ജസ്റ്റ് നമുക്കത് ചെറിയ രീതിയിൽ നാളെല്ലാം കത്തണ പോലെ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സെറ്റ് ചെയ്താൽ മതി. അങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഹസാർഡ് കഴിഞ്ഞു. പിന്നെ ഞാനൊരു ഫോഗ് ലാമ്പ് കയറ്റിയിട്ട് ഓക്സിലറി ലാമ്പ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമ്മളത് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ വിസിബിലിറ്റി മാത്രം മതിയാവില്ല. ഇൻ കേസ് ഇത് ഹെഡ്ലൈറ്റിന് എന്തെങ്കിലും കേട് വരികയാണെങ്കിൽ നമുക്ക് അത് ഇട്ടിട്ടും ചെറിയ രാത്രി ഒന്നും സ്റ്റക്ക് ആവാതെ റൈഡ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നമ്മുടെ സ്റ്റോക്ക് ഹാലോജൻ മാറ്റിയിട്ട് LED ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു വിസിബിലിറ്റിയും കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ വിസിബിലിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ജസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കയറി ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ചെയ്താലും നമുക്ക് അടിപൊളിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അതായത് വിസിബിലിറ്റിയുടെ കാര്യം, ലൈറ്റിൻ്റെ സൈഡിലുള്ള മോഡിഫിക്കേഷൻസ് അത്രേ ഉള്ളൂ. പിന്നെ ഹൈവേ ടൂറിങ്ങിൻ്റെ ഒക്കെ സമയത്ത് നമുക്ക് മെയിനായിട്ട് അനുഭവിക്കുന്ന സംഭവം പറഞ്ഞാൽ വിൻഡ് ബ്ലാസ്റ്റ് കേട്ടോ. വിൻഡ് ബ്ലാസ്റ്റ് നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ തരുന്ന സംഭവമാണ് വൈസർ. ഇതൊരു ആഫ്റ്റർ മാർക്കറ്റ് വൈസർ എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ യമഹയുടെ തന്നെ ഫേസറിൻ്റെ വൈസറാണ് ഞാൻ വെച്ചാക്കുന്നത്. അപ്പോൾ യമഹയുടെ ഷോറൂമിൽ തന്നെ അവൈലബിൾ ആണ്. നമ്മുടെ സ്റ്റോക്ക് നമ്പർ പ്ലേറ്റ് ഓർഡറിലേക്കാണ് കേട്ടോ ഞാനത് സെറ്റ് ചെയ്താക്കുന്നത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്താൽ പൊട്ടില്ലെന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ കണ്ടോ ഡബിൾ ടാപ്പ് വെച്ചിട്ടുണ്ട്. അതായത് പിന്നെ ചെറിയൊരു കാര്യം കൂടെ, നിങ്ങൾ ലോങ് ടൂറിങ്ങിന് വേണ്ടിയിട്ടാണ് വണ്ടി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, അതായത് 1 മാസത്തെ റൈഡ് 2 മാസത്തെ കണ്ടിന്യൂസ് റൈഡൊക്കെ ആണെങ്കിൽ വണ്ടിയുടെ പഴയ ധൂം സെറ്റ് എടുത്ത് മാറ്റിയിട്ട് പുതിയത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇലുമിനേഷൻ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നല്ലൊരു ഫീഡ്ബാക്ക് ആയിരിക്കും കേട്ടോ ലൈറ്റിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടുക. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ പേഴ്സണലി എൻ്റെ ഒരു യൂസ് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസിന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തതാണ്. വേണമെന്നുണ്ടെങ്കിൽ ധൂം സെറ്റും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ചേഞ്ച് ഉണ്ടാവും കേട്ടോ. വണ്ടി ലോങ് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയം,
സംഭവം എന്ന് പറയുന്നത് മിറർ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റിയുള്ള മിറർ വയ്ക്കുക. യമഹയുടെ സ്റ്റോക്ക് മിററിൽ ലുക്ക് കുറവായതുകൊണ്ട് ഞാൻ NS ഗേറ്റ് ചെയ്ത് അത്യാവശ്യം ലുക്കും തരുന്നുണ്ട്, വിസിബിലിറ്റി ഉണ്ട് കേട്ടോ. നമ്മുടെ പർപ്പസ് നോക്കണമല്ലോ. അപ്പോൾ പർപ്പസ്ഫുള്ളിയും ഇത് ആപ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ NS200 മിറർ വെച്ചത്. മിറർ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മൾ രാത്രി പോകുന്ന സമയത്താണെങ്കിലും പകൽ പോകുന്ന സമയത്താണെങ്കിലും ഹൈവേസിലൊക്കെ സ്പീഡ് ലൈൻ ഹൈവേയിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് തിരിയണ സമയത്ത് ബാക്കിലുള്ള വണ്ടി നമുക്ക് തിരിഞ്ഞു നോക്കി കാണാൻ നല്ലത് മിററിലോട്ട് നോക്കാൻ തന്നെയാണ്. അപ്പോൾ ഷോയ്ക്ക് വേണ്ടി നമ്മൾ മിറർ ഊരി വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ അപകടങ്ങൾ വന്ന് ചേരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവം നല്ലൊരു ക്വാളിറ്റിയുള്ള മിറർ വയ്ക്കുക. ഇതിൻ്റെ അല്ലെങ്കിൽ ഡ്യൂക്കിൻ്റെ ഡൊമിനാർ അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിൽ ഏതാ ഭംഗിയെന്ന് തോന്നുന്നത് അത് വാങ്ങി വെക്കുക. ആഫ്റ്റർ മാർക്കറ്റ് ലോക്കൽ സാധനം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഒട്ടും വിസിബിലിറ്റി ഇല്ല, പിന്നെ വെറും ലുക്കിന് വേണ്ടി മാത്രം കേട്ടോ. അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടാണ് ഈ സാധനം വെച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ലുക്കും പർപ്പസും കൂടെ നോക്കിയിട്ട് നിങ്ങൾ ഒരു മിറർ സെലക്ട് ചെയ്യാൻ കേട്ടോ ഞാൻ പറയുള്ളൂ. പിന്നെ ചെയ്യാനുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിർബന്ധമല്ല, എന്നാലും ഞാൻ പറയുകയാണ്, നമ്മുടെ ഈ ഒരു സ്റ്റാൻഡിന് ഒരു ബേസ് ഒരു സംഭവം ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അതിൻ്റെ എക്സാക്റ്റ് പേര് കിട്ടില്ല, അതിൻ്റെ ഫോട്ടോ ഞാൻ പറ്റിയവിടെ ആഡ് ചെയ്യാം. അത് നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. കാരണം പല ടറൈനിലും ഇതേപോലെ വണ്ടി കൊണ്ട് നിർത്തുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടിയുടെ ബാക്കിൽ ലഗേജസ് ഒക്കെ ഉണ്ടാവും, വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ വണ്ടിക്ക് അത് താങ്ങാൻ പറ്റുന്നില്ല. അതായത് ഈ ഒരു പോർഷൻ മാത്രമാണ് വണ്ടിയുടെ വെയിറ്റ് മൊത്തം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, പിന്നെ 2 ടയറിലും. അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ആ സാധനത്തിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ടാവും. അത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിലുള്ളൊരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ അത്രയ്ക്കാണ് മെയിനായിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന കുറച്ച് ചേഞ്ചസ് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. അത് ഓഫ് റോഡൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ഫുഡ് റെസ്റ്റ് മാറ്റിയിട്ട് നമ്മുടെ അഡ്വഞ്ചർ 390 വരണ അല്ലെങ്കിൽ എക്സ്പൾസ് 200 ഇപ്പോൾ സ്റ്റോക്ക് വരുന്നുണ്ടല്ലോ, ആ ഒരു സംഭവം അത് നമുക്ക് ആ റബ്ബർ ബീഡിങ് ഊരി മാറ്റാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പോക്ക് പോലൊരു സംഭവം ഉണ്ടാകും. അത് അങ്ങനെയുള്ള ടറൈനിൽ കൂടെ ഓഫ് റോഡായിട്ടുള്ള സ്ലഷ് ആയിട്ടുള്ള ടറൈനിൽ കൂടെ ഒക്കെ ഓടിക്കുന്ന സമയത്ത് കാലിന് നല്ല രീതിയിലുള്ള ഗ്രിപ്പും കാര്യങ്ങളൊക്കെ തരും. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ബൂട്ടിന് ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ റൈഡിങ് ബൂട്ട്സ്, ഇതിപ്പോൾ റൈഡിങ് ബൂട്ട്സ് അല്ല, വുഡ്ലാൻഡിൻ്റെ ഷൂ ആണ്. ഇതുപോലെ ഷൂ ആണെങ്കിലും ഏത് ഷൂ ആണെങ്കിലും പിന്നെ നമ്മുടെ റൈഡിങ് ബൂട്ടിനാണെങ്കിലും അത്യാവശ്യം ഗ്രിപ്പ് തരുന്ന രീതിയിലുള്ള ഫുഡ് റെസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അത് വാങ്ങി വെക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ചെയ്യാവുന്ന കാര്യം ലോങ് റൈഡിന് പോകുന്ന സമയത്ത് നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന എഞ്ചിൻ ഓയിലിന് സെമി സിന്തറ്റിക്കൊക്കെയാണ് FCക്ക് വരുന്നത്. അത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് ഫുള്ളി സിന്തറ്റിക് യൂസ് ചെയ്യട്ടെ. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 15W50 ആയിരുന്നു ട്രിപ്പിൻ്റെ സമയത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ എഞ്ചിൻ്റെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. പിന്നെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് സ്പാർക്ക് പ്ലഗ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇറീഡിയം സ്പാർക്ക് പ്ലഗ്, ഇറീഡിയം എന്ന് പറയുന്ന മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് മിക്ക സ്പാർക്ക് പ്ലഗും ഉണ്ടാക്കുന്നത്. അതിൽ തന്നെ NGKയുടെ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ നല്ലൊരു സ്പാർക്ക് പ്ലഗ് അവൈലബിൾ ആട്ടോ. അതിനാവുമ്പോൾ നല്ല രീതിയിൽ ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഇവിടെ കൊടുക്കാം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പറയാൻ പറ്റിയൊരു സംഭവമാണ്, നമ്മൾ ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് ബ്രേക്ക് ലൈറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ ബ്രേക്ക് ലൈറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാൻഡറ്ററി ആണ്. അതായത് നമ്മുടെ ബാക്കിൽ വരുന്ന റൈഡേഴ്സിന് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തു സ്ലോ ഡൗൺ ആക്കി എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടുന്നത് ആ ബ്രേക്ക് ലൈറ്റ് കണ്ടിട്ടാണ്. രാത്രി ആണെങ്കിലും പകലാണെങ്കിലും അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എൻ്റെ വണ്ടിയിൽ ഞാൻ ഇത് തന്നെയാണ് കേട്ടോ, ഈ ഒരു വൈറ്റ് ലൈറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ അത് ചോട്ടുന്ന സമയത്ത് കത്തും. പക്ഷെ അത് വൈറ്റ് മാറ്റിയിട്ട് റെഡ് തന്നെ ആക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞതാണ്, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു ബ്രേക്ക് ലൈറ്റും കൂടെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ കണ്ടോ, ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വണ്ടി ഒരു ടൂറിംഗ് കേപ്പബിലിറ്റി ഉള്ള വണ്ടിയാക്കി എടുക്കാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് സഡനായിട്ടൊരു ദിവസം പിള്ളേർ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ലോങ് ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ വേറെ മോഡിഫിക്കേഷൻ ഒന്നും വരുന്നില്ല. നിങ്ങൾ ഇപ്പോൾ തന്നെ ഇതൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ കണ്ടോ എൻ്റെ വണ്ടിയിൽ ഇപ്പോൾ പില്ലിയൻ ഉണ്ടെങ്കിൽ പോലും എൻ്റെയും പില്ലിയൻ്റെയും ലഗേജ് അത്യാവശ്യം ഇവിടെ ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു കാരിയർ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എത്ര ദൂരം ഓടിച്ചാലും മടുക്കാത്ത രീതിയിലുള്ളൊരു സീറ്റിംഗ് കംഫർട്ടും പിന്നെ ഹാൻഡിൽ ബാർ റൈസ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ ബാറിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കംഫർട്ടും എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് ഈ വണ്ടി എടുത്തിട്ട് ഏത് പതിനായിരം വിളിച്ചാലും എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വണ്ടി നല്ല ടൂറിംഗ് കേപ്പബിലിറ്റി ഉള്ള ഒരു ബൈക്കാക്കി മാറ്റാൻ പറ്റും. എൻ്റെ ഗൈസ്, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ വണ്ടിയുടെ മൈലേജിനെ കുറിച്ചും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അത് ടൂറിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് വണ്ടിയിൽ ചെയ്യാൻ പറ്റുന്ന അപ്ഡേഷൻസും കാര്യങ്ങളും, അതായത് സ്റ്റോക്ക് വണ്ടിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അപ്ഡേഷൻസും കാര്യങ്ങളും എന്തൊക്കെ കൊണ്ടുവരാന്നുള്ളത് മാത്രമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൗട്ട് എന്തുണ്ടെങ്കിലും ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത് ബാക്കിയുള്ള വ്യൂവേഴ്സിനും അത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ കമൻറ്റ് സെക്ഷൻ വായിക്കുമ്പോൾ അവർക്ക് അവരുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ യെസ് ഗൈസ്, അത്രയേ ഉള്ളൂ. വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്ത എല്ലാവരും ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതിലേക്കും ബൈ ഗൈസ്. അപ്പോൾ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. കുറേ പേര് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലാന്ന്, അത് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ബെല്ലൈക്കനും കൂടെ കൈയോടെ എനേബിൾ ചെയ്തിടാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പുതിയ വീഡിയോ ആയിട്ട് വന്നതിലേക്കും ബൈ ഗൈസ്.